2024 മോളിവുഡിന് മിന്നും തുടക്കമാണ് സമ്മാനിച്ചിരിക്കുന്നത്. മലയാള സിനിമയുടെ തലവര മാറ്റി എഴുതുകയാണ് ഫെബ്രുവരി. തൊട്ടതെല്ലാം പൊന്നാക്കിയ ചിത്രങ്ങൾ ഒന്നിനു പിന്നെ ഒന്നായി ബോക്സ് ഓഫീസുകൾ കീഴടക്കുന്നു. തുടർച്ചയായി ഹിറ്റ് ചാർട്ടിലേക്ക് കുതിക്കുന്നത് നാലാമത്തെ ചിത്രമാണ്. ഭ്രമയുഗം, പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടെത്തും, മഞ്ഞുമൽ ബോയ്സ് എല്ലാം കോടിക്കിലുക്കത്തിൽ. ദിവസങ്ങൾ കൊണ്ട് 50 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രങ്ങൾ. തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുൾ. ടിക്കറ്റിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർ വിജയകഥയുടെ നേർ സാക്ഷ്യമാവുകയാണ് പുത്തൻ റിലീസുകൾ. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ടോവിനോ തോമസ് നായകനായി എത്തിയ അന്വേഷിപ്പിൻ കണ്ടെത്തും, നസ്ലിൻ, മമിത ബൈജു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിയ പ്രേമലു രണ്ടും വ്യത്യസ്ത പ്രമേയങ്ങളായിരുന്നുവെങ്കിലും ജനം ഏറ്റെടുത്തു. ക്ലാസും മാസുമായി എത്തിയ ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കിൽ അന്യഭാഷാ തിയേറ്ററുകൾ വരെ കീഴടക്കി. പ്രമേയത്തിലും അവതരണത്തിലും വ്യത്യസ്തമായ പ്രമേയങ്ങളുമായി തിയേറ്ററുകൾ വിജയക്കോട്ടയാക്കുകയാണ് ന്യൂ റിലീസുകൾ. ഈ വിജയക്കുതിപ്പുകൾക്കിടെ എത്തിയ മഞ്ഞുമൽ ബോയ്സ് 50 കോടി ക്ലബ്ബ് ഉറപ്പിച്ചു കഴിഞ്ഞു. റിലീസിന് മുൻപ് തന്നെ വലിയ ഹൈപ്പുണ്ടായിരുന്ന സിനിമയ്ക്കും തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചതും ഗംഭീര പ്രതികരണം. മലയാളത്തിലെ മികച്ച സർവൈവൽ ത്രില്ലർ എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. തമിഴിലും തെലുങ്കിലും ബോളിവുഡിലും വരെ ഒരു സിനിമയെങ്കിലും വൻ വിജയമാക്കാൻ നിർമ്മാതാക്കൾ പാടുപെടുമ്പോഴാണ് ഹിറ്റ് ചാർട്ടുകളുമായി മലയാള സിനിമാ ലോകം സജീവമാകുന്നത്. ക്യാപ്റ്റൻ മില്ലർ, ഫൈറ്റർ, ലാൽസലാം അടക്കം 23 അന്യഭാഷാ ചിത്രങ്ങളാണ് ഇതുവരെ തിയേറ്ററുകളിൽ എത്തിയത്. ജയിലറിന് ശേഷം എത്തുന്ന രജനീകാന്ത് ചിത്രമെന്ന നിലയിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ലാൽസലാം പക്ഷേ ബോക്സ് ഓഫീസ് ദുരന്തമായി. ക്യാപ്റ്റൻ മില്ലറും ഫൈറ്ററും മാത്രമാണ് ഭേദപ്പെട്ട കലക്ഷൻ നേടിയത്. അന്യഭാഷാ പ്രേക്ഷകരും മലയാള സിനിമയെ പുകഴ്ത്തുകയാണ്. കലക്ഷന്റെ കാര്യത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് മലയാള ചിത്രങ്ങൾ നേടുന്നത്. അന്വേഷിപ്പിൻ കണ്ടെത്തും, പ്രേമലു, ഭ്രമയുഗം എന്നീ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് 120 കോടിയിലധികമാണ്. പ്രീ ബുക്കിങ്ങിലൂടെ മഞ്ഞുമൽ ബോയ്സ് ആദ്യ ദിവസം നേടിയത് 1.47 കോടി രൂപ. ബോക്സ് ഓഫീസിൽ മലയാള തിളക്കം വർണ്ണശോഭയിലാണ്. കഴിഞ്ഞ വർഷം ജൂഡ് ആന്റണി ചിത്രം 2018 200 കോടി ക്ലബിലും RDXും കണ്ണൂർ സ്ക്വാഡും 100 കോടി ക്ലബിലും ഇടം നേടിയെങ്കിലും കേരളത്തിലെ തിയേറ്റർ വ്യവസായത്തെ താങ്ങി നിർത്തിയത് അന്യഭാഷാ ചിത്രങ്ങളാണ്. പക്ഷേ ഇക്കുറി മലയാള സിനിമ തിരികെ കളം പിടിച്ചു.